ഓരോരുത്തരും അവരവരെ ആൾക്കാരെ കൊണ്ടുവരാൻ നിന്ന് കഴിഞ്ഞാൽ ഈ സ്ഥാനത്തിന്റെ വിലയില്ലാതോ. വഴി കാണുന്ന പട്ടിയും പൂച്ച എല്ലാം KPCC സെക്രട്ടറിമാരാ. ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് VD സതീശനാണ്. അതുകൊണ്ട് PV എന്ന് പറയുന്ന ഒരാൾ അവിടെ മത്സരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത്. ഒന്നാ പോലും ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യാത്തവരും ആ വോട്ടുകൾ സ്വരാജിലേക്ക് ഒഴുകാതെ തടഞ്ഞു നിർത്താൻ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തു. KPCC സെക്രട്ടറി തന്നെ നേരിട്ട് ഒരു ബ്ലോക്ക് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ നാടകമാണല്ലോ രാഷ്ട്രീയം. കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും പ്രതിപക്ഷത്തെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ആ രീതിയിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സാധനത്തിനെ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിരിക്കുക. തുണി പറിച്ചടിയൊക്കെ ഉണ്ടാവുമോ? രാജൻ ഭായ് നമസ്കാരമുണ്ട്. നമസ്കാരം. ഈ KPCCയുടെ പുനഃസംഘടന എന്ന് പറഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തിൽ വാർത്ത പറക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എനിക്കൊരു KPCCയുടെ ഇപ്പോഴത്തെ ഈ പുനഃസംഘടനയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നേരത്തെ KPCC പ്രസിഡന്റ് ആവാൻ ആഗ്രഹിച്ചിരുന്ന MP മാർ തുടങ്ങി സംസ്ഥാനത്തെ ചില MP മാരുടെ കടുംപിടുത്തമാണ് ഇപ്പോഴത്തെ പുനഃസംഘടനയ്ക്ക് തടസ്സമെന്ന് തോന്നുന്നു. എന്ന് പറയാനുണ്ട്. അല്ല, MP മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ ഭരണം കിട്ടണം എന്നുള്ള അവരുടെ കയ്യിലാണ് 18 സീറ്റുള്ളത് കേരളത്തിലുള്ള UDF-ന്റെ. അതായത് 2 മുസ്ലിം ലീഗും ഒരു RSP ഉണ്ട്, പിന്നെ ഒരു കേരള കോൺഗ്രസും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 14 പേരും കോൺഗ്രസ്സുകാരാണ്. ഈ കോൺഗ്രസിന്റെ 14 MP മാരുടെ ഇടയിൽ ആകെ ഒരു MP മാത്രമേ കേരളത്തിൽ ഭരണം പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുള്ളൂ. അത് KC വേണുഗോപാലിന് ഭരണം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന് മുഖ്യമന്ത്രിയാവാം എന്നുള്ളത്. ബാക്കി 13 പേർക്കും വലിയ ആഗ്രഹം, വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ മന്ത്രിമാരായിരുന്നവരൊക്കെയാണ് ഇവിടെ പിന്നെ മറ്റോ മന്ത്രി ആവണ്ട, ഭരണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സേഫാണല്ലോ. 2029 വരെ അവർ സേഫാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു ആത്മാർത്ഥത അതിനകത്ത് പോവില്ല. പിന്നെ അവരുടെ വലങ്കയായിട്ടും ഇടങ്കയായിട്ടും ഒക്കെ നിൽക്കുന്ന ആൾക്കാരെ എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ ആലോചിക്കുക. അവർക്ക് സ്വന്തമായിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കില്ല. എല്ലാവർക്കും ഗ്രൂപ്പുണ്ട്. ആർക്കാ ഗ്രൂപ്പില്ലാത്ത? ഓരോ ആളുകളുടെ പേരില്ല ഗ്രൂപ്പില്ല ഉള്ളത്. ഗ്രൂപ്പില്ലാത്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പില്ലാത്ത ഒരാൾ സണ്ണി ജോസഫേ ഉള്ളത് ഇപ്പോൾ ഈ ലീഡർഷിപ്പിൽ നിൽക്കുന്ന. ഭരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകളിലൊന്നെന്ന് പറഞ്ഞാൽ മുരളീധരനൊക്കെ നല്ല താല്പര്യം ഉണ്ടാവും. കാരണം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇനി മുരളിയെ മത്സരിച്ച് വിജയിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാബിനറ്റിൽ പ്ലേസ് ചെയ്തായിരിക്കാൻ പറ്റത്തില്ല, ഇനി മാറ്റി നിർത്താൻ പറ്റില്ല. 2011 പോലല്ല ഇപ്പോഴത്തെ. അന്ന് 3 മെമ്പർഷിപ്പ് മതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അക്കോമഡേറ്റ് ചെയ്തു, വട്ടിയൂർക്കാവിൽ നിർത്തി ജയിപ്പിച്ചു എന്നുണ്ടെങ്കിലും ഇത്തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നല്ല സീറ്റിൽ ഫൈറ്റ് ചെയ്ത് മത്സരിച്ച് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രിയാക്കേണ്ടി ഒരു UDF അധികാരത്തിൽ വന്നാൽ. ഇവിടെ നടക്കുന്ന സംഭവം ഇപ്പം പല നേതാക്കന്മാരുമായിട്ടും കൂടിയാലോചന നടത്തുന്നുമില്ല. ഇവർ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് പോയിട്ടാണ് പിന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കൊടിക്കുന്നിൽ എൻ്റെ ആൾക്കാരെ ആക്കണമെന്ന് പറഞ്ഞ് കൊടിക്കുന്നിൽ പോയി ചർച്ച ചെയ്യുന്നു, ബാക്കിയുള്ളവർ ചർച്ച ചെയ്യുന്നു, കുറേ പേര് ഡൽഹിക്ക് പോകുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കുറച്ച് ഈസി ആയിട്ട് കിട്ടിയാണ്. കാരണം എന്താ വെച്ചാൽ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പോകുക. അപ്പോൾ ഇത് അങ്ങനെ പോകാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരും അവനവൻ്റെ ടീം മാത്രമായിട്ടല്ലേ പോകുന്നത്. ഇല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ധാരണയായിട്ട് നീ നിൻ്റെ കാര്യം പറഞ്ഞോ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞോളാം, പക്ഷെ നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റ് അങ്ങ് ചാർട്ടർ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ അത്രയും പൈസ ലാഭം കിട്ടിയത്. അതിന് പോലുള്ള ഐക്യം അവർക്കിടയിൽ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും യൂത്ത് കോൺഗ്രസിനകത്തും ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, മഹിളാ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട്. മഹിളാ കോൺഗ്രസിലൊക്കെ വരുന്ന ആളുകളുടെ അടുത്ത് വേറെ ഉള്ള ചില ഫേവറുകൾ ചോദിക്കുന്നു, മഹിളാ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടല്ലോ. ഇപ്പോൾ അത് മഹിളാ കോൺഗ്രസിനകത്ത് തന്നെ അതിന് വില്ലിങ് അല്ലാത്ത ആൾക്കാരെ മാറ്റി നിർത്തി തടയപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു എന്നുള്ള വിഷയങ്ങളുണ്ട്. യൂത്ത് കോൺഗ്രസിനകത്ത് ഈ വിഷയങ്ങൾ വരുന്നു. ഇതൊക്കെ വരുമ്പം കോൺഗ്രസ് പോകുന്നത് വലിയ അപജയത്തിലേക്കാണ് പോകുന്നത്. കാരണം പുക മാത്രമേ നമുക്ക് കാണാനുള്ളൂ, പക്ഷെ ഇത് പൊട്ടിത്തെറിക്കും. ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യപ്പെടാത്ത ആളുകൾ KPCC പുനഃസംഘടനയിൽ അർഹരായിട്ടും അക്കോമഡേറ്റ് ചെയ്യപ്പെടാത്ത ആളുകൾ പിന്നെ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ബാക്കിയുള്ളടത്തേക്കോ ഒക്കെ പരിഗണിക്കപ്പെടാതിരുന്നാൽ ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾ കോർണർ ചെയ്യപ്പെടാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പം പിന്നെ അസംബ്ലിയിലേക്കും പിന്നെ ഇതാവത്തില്ല. പക്ഷേ DCC പ്രസിഡന്റുമാരാവാൻ ആർക്കും താല്പര്യമില്ല. അതാ രസം. കാരണം 3 വർഷത്തേക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. സ്ഥാനാർത്ഥി ആകാൻ നിൽക്കുന്ന ഒരൊറ്റ ആളുകളും DCC പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്ന സാധനം തലയിലെടുത്ത് വെക്കാൻ നിൽക്കത്തില്ല. ഷിയാസും BS ജോയിയാണ് ഏറ്റവും മികച്ച 2 DCC പ്രസിഡന്റുമാർ. അതിലിപ്പോൾ ഷിയാസ് മിക്കവാറും കളമശ്ശേരി സ്ഥാനാർത്ഥിയാകാം, ലീഗിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കാം, കൊച്ചി വിട്ടുകൊടുക്കാം എന്നൊക്കെയുള്ള ഷിയാസ് നിന്ന് അവിടെ ജയിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള സ്ഥിതിയിലാകുമ്പം ഷിയാസും DCC പ്രസിഡന്റ് സ്ഥാനം മാറും. ജോയി എന്തായാലും നിയമസഭയിൽ ഇനിയിപ്പോൾ ജോയി പിന്നെ നിർത്താതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. പിന്നെ ജോയി DCC പ്രസിഡന്റ് സ്ഥാനം മാറും. കോഴിക്കോട് പ്രവീൺ കുമാർ മാറ്റുമോ എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരു കരച്ചിൽ നാടകമൊക്കെ നടത്തിയതാണ്. കരച്ചിൽ ഭയങ്കര രസകരമായ ഒരു കരച്ചിലൊക്കെ കരഞ്ഞതാണ്. പ്രവീൺ കുമാർ നല്ലൊരു DCC പ്രസിഡന്റ്, നല്ല DCC പ്രസിഡന്റ്. പക്ഷേ ആ കരച്ചിൽ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നാടകമാണല്ലോ രാഷ്ട്രീയം. കാരണം അവിടെ ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണ് സത്യത്തിൽ ആ കരച്ചിലിനകത്ത്. പണ്ട് നമ്മളെ TV രാജേഷ്, പഴയ DYFയുടെ സംസ്ഥാന സെക്രട്ടറി TV രാജേഷ് MLA അന്ന് എൻ്റെ അച്ഛനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കരച്ചിൽ കരഞ്ഞോട് കൂടിയിട്ട് ജെയിംസ് മാത്യു പിന്നെ AK ശശീന്ദ്രനും അടുത്ത് പണ്ട് ജെയിംസ് മാത്യു രാജേഷ് എന്ന് പറഞ്ഞിട്ട് നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട്. കാരണം ചില സ്ഥലത്ത് നമ്മൾ കരച്ചിൽ വന്നാലും അടക്കണം. മനുഷ്യനാണ്, കരഞ്ഞൊക്കെ പോയിരിക്കും. പക്ഷേ ചില സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾക്കകത്ത് നിയമസഭയിലെ കാര്യത്തിനകത്തോ അതിവൈകാരികമായിട്ട് എടുക്കാത്ത രീതിയിലുള്ള പക്വത കാണിക്കണം.
അപ്പം പിന്നെ ഈ ഇത്തരം കരച്ചിലുകളുടെ ഇനിയിപ്പം കഴിഞ്ഞ തവണ നിയമസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്താണ് ലതിക സുഭാഷ് തലമുട്ടയടിച്ചതും ബിന്ദു കൃഷ്ണ റൂട്ടിൽ നിന്ന് കരഞ്ഞതും ഒക്കെ. ബിന്ദു കൃഷ്ണ പറഞ്ഞ് സ്ത്രീകളെ അവഗണിക്കുന്നതാണ്. ബിന്ദു കൃഷ്ണയെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയപ്പം എല്ലാവരെയും ഒന്ന് ബന്ധുക്കളുടെ പരാതികളെല്ലാം തീർന്നു. ഏറ്റുമാനൂരിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എല്ലാവരെയും ഒന്നും അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുന്നു. അപ്പോൾ സ്ത്രീകളെ അവഗണിക്കുന്നതല്ല, എന്നെ അവഗണിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇതിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒന്നും പോകണ്ട, അങ്ങനത്തെ കരച്ചിലും പിന്നെ മുട്ടയടിക്കലും ഒക്കെ കാണാൻ. ഇന്ദിരാഭവന്റെ മുമ്പിൽ ഇരുന്ന് കരച്ചിലും ഇന്ദിരാഭവന്റെ മുമ്പിൽ തലമുട്ടയടിക്കലും ഒക്കെ കാണാൻ പോകുന്ന സ്ഥിതിയായിരിക്കും KPCC പുനഃസംഘടനയുടെ ലിസ്റ്റ് വരുമ്പോൾ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ കൊടിക്കുന്നിൽ സുരേഷ് ഇന്നലെ AICC നേതൃത്വത്തെ കണ്ടു, അത് ഹൈക്കമാൻഡെ കണ്ടു. ഇന്നിപ്പോൾ ആന്റോ ആന്റണി പത്തനംതിട്ട എം പി പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ടയിലുള്ള നിലവിലുള്ള DCC പ്രസിഡന്റിനെ മാറ്റാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു തീരുമാനം അദ്ദേഹം ഇപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹൈക്കമാൻഡ് അതിന് വഴങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിരുന്നതാണ് ആന്റോ ആന്റണിയെ. അപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാത്ത ഒരാൾ പറയുന്ന ഒരു റെക്കമെൻഡേഷനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കേട്ടേ പറ്റത്തുള്ളൂ. ഇപ്പം നിലവിലുള്ള പത്തനംതിട്ട DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നിയോജക മണ്ഡലം പോലും വിജയിപ്പിക്കാൻ സാധിക്കാത്തൊരു DCC പ്രസിഡന്റാണ്. അങ്ങനെയുള്ളൊരു DCC പ്രസിഡന്റിനെ വെച്ചുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ ഏതെങ്കിലും ഒരു സീറ്റ് പിടിക്കാൻ പറ്റുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ടാവും. പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ എടുത്തു നോക്കിയാൽ ഇപ്പം പിന്നെ തിരുവല്ല സീറ്റ് കോൺഗ്രസിന് പിടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. PJ കുര്യനുമായിട്ട് ഒരു ധാരണയിൽ പോകുന്നതുകൊണ്ടാണ് ആന്റോ ആന്റണി ഇങ്ങനെ ജയിച്ചു പോകുന്നത് പാർലമെന്റിലേക്ക്. PJ കുര്യന് ഗ്രൗണ്ടിൽ കളി അറിയാവുന്ന ആളാണ്. PJ കുര്യൻ ചില്ലറക്കാരനൊന്നുമല്ല. PJ കുര്യന് 10ാം നമ്പർ ജനപദിലെ ആക്സസ് നഷ്ടപ്പെട്ടതിന് ശേഷം PJ കുര്യൻ പരിഭവത്തിലാണ്. രാഹുൽ ഗാന്ധിയോട് നല്ല നീരസത്തിലുമാണ്, KC വേണുഗോപാലിനോട് നല്ല നീരസത്തിലാണ്. PJ കുര്യന് പണി തരാനൊക്കെ അറിയാം. വയസ്സത്രയാണെങ്കിലും പണിയിൽ നല്ല വിദഗ്ധനാണെന്നുള്ളതൊക്കെ നമുക്ക് പണ്ടേ അറിയാമല്ലോ, സൂര്യനെല്ലി വിഷയമൊക്കെ അറിയാമല്ലോ. അപ്പം രാഷ്ട്രീയത്തിലെ പല പരിപാടിക്കകത്തും പുള്ളി വിദഗ്ധൻ തന്നെയാണ്. അപ്പോൾ PJ കുര്യൻ ഒരു വലിയ ഫാക്ടർ. അപ്പം അവിടെ നിൽക്കുമ്പം ഇപ്പോൾ ഫിലിപ്പോസ് തോമസിനൊക്കെ പോച്ച് ചാടിച്ചു വിട്ടതല്ലേ പുള്ളി. ഇപ്പം അതുകൊണ്ട് CPM പോയതുകൊണ്ട് കുറച്ചെങ്കിലും രക്ഷപ്പെട്ടായിരുന്നു. അപ്പോൾ തിരുവല്ല എടുക്കുമ്പോൾ തിരുവല്ലയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തിരുവല്ലയിൽ ഞാൻ പറയുന്നത് UDF ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവിടെ ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പം അവർക്ക് ഇതിൻ്റെ ഗുണഭോക്താവായിട്ട് മാറാൻ പറ്റാതിരിക്കുകയും പകരം BJP സ്പേസിലോട്ട് കയറി വരും. BJP അവിടെ 3ാം സ്ഥാനത്തേക്ക് UDF പോകാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവല്ലയിൽ റാന്നി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റാന്നിയിൽ പ്രമോദ് നാരായണൻ അവിടെ കളം പിടിച്ചു കഴിഞ്ഞു. രാജു എബ്രഹാം തുടർച്ചയായിട്ട് ജയിച്ച് പിന്നെ ഒരു കോട്ടയാക്കി മാറ്റിയതാണ്. രാജു എബ്രഹാമിന്റെ വലിയൊരു വ്യക്തിപ്രഭാവം വലിയ ഘടകമായി. പാർലമെന്റിലോട്ട് പോലും രാജു എബ്രഹാം മത്സരിച്ചിരുന്നെങ്കിൽ ആന്റോ ആന്റണിക്കെതിരെ ആലത്തൂർ നടന്ന പോലെയുള്ള ഒരു അട്ടിമറി വിജയത്തിലേക്ക് പോകുമായിരുന്നു. കേരളാകൃഷ്ണൻ ജയിച്ചതുപോലെ. കാരണം രാജു എബ്രഹാമിന് അങ്ങനെ ഒരു കരിസ്മ ഉണ്ട്. അത് മാത്രമല്ല രാഷ്ട്രീയം നോക്കാതെ BJPക്കാരുടെ വാർഡുകൾ ഇപ്പം എനിക്കറിയാവുന്ന ചില BJP സുഹൃത്തിൻ്റെ ഭാര്യ അവിടെ പഞ്ചായത്ത് മെമ്പറാണ്. തുടർച്ചയായിട്ട് അവൾ ജനറൽ സീറ്റിലും സംഭരണ സീറ്റിലും ഒക്കെ മത്സരിച്ച് വിജയിച്ചതാണ്. വാർഡിലോട്ടൊക്കെയുള്ള പല കാര്യങ്ങളും MLA ആയിരിക്കുമ്പോൾ ചെയ്തു കൊടുക്കും, പാർട്ടി നോക്കത്തില്ല. അങ്ങനെ ചെയ്യും. സംഘടനാപരമായിട്ട് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ വ്യക്തിപരമായി രഹസ്യമായിട്ട് അത്തരം ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രമോദ് ഇപ്പോൾ കളം പിടിച്ചു കഴിഞ്ഞു. ജോസ് കെ മാണിയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവരുടെ ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് പ്രമോദ് തന്നെ. നല്ല ഒറേറ്ററാണ്, കാര്യങ്ങളെല്ലാം നിയമസഭയിൽ സംസാരിക്കും. എന്നാൽ റീൽസ് ഇട്ട് കളിക്കാനും പിന്നെ ഈ അലമ്പ് വർത്താനം പറയാനും ഒച്ചയും ഉണ്ടാക്കാനോ നിൽക്കാറില്ല. മാന്യമായി കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തപ്പോഴാണ് ഈ ഗോഗാവുലിയിലോട്ട് പോകുന്നത്. അപ്പോൾ അത് പറ്റും. പ്രമോദിനെ തോപ്പിക്കാൻ പറ്റത്തില്ല. അവരവിടെ ഇപ്പോൾ ആരെ കൊണ്ട് നിർത്തിയാലും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ നിന്ന് റിങ്കു ചെറിയാൻ റിങ്കു ചെറിയാൻ അവിടെ സാധ്യത. പിന്നെ നമ്മളിപ്പോ കോന്നിയിലേക്ക് വരുമ്പോഴത്തേക്ക് ജനീഷ് കുമാറിനെ തോന്നിക്കാൻ അവരുടെ പറ്റത്തില്ല. ആറന്മുളയിൽ പിന്നെ ഉള്ളത് വീണ ജോർജാണ്. പക്ഷെ വീണ ജോർജിന് എന്തെല്ലാം നെഗറ്റീവ് ഫാക്ടർ നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല അവരെ തോപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു വീണയല്ലാതെ വേറെ സ്ഥാനാർത്ഥിയായിരിക്കും ചിലപ്പോൾ അവിടെ വരുന്നത്. ഇപ്പോൾ 2 ടൈം എന്നുള്ളത് നിർബന്ധമാക്കിയാൽ അവിടെയും ചിലപ്പോൾ 2ാം സ്ഥാനത്ത് ആറന്മുളയിൽ പോലും BJP വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അനൂപ് ആന്റണിക്ക് പകരം വേറെ ആരെങ്കിലും തിരുവല്ല മാധുരി തോമസുമായിട്ട് ഡീല് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അനൂപ് ആന്റണി ആറന്മുളയിലും മത്സരിക്കും, ഇല്ലെങ്കിൽ പുറത്ത് മത്സരിക്കും. അതേപോലെ തന്നെ അടൂർ മണ്ഡലത്തിലും ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ അവർക്ക് നിർത്താൻ പറ്റിയ ആൾക്കാരൊന്നും ഇല്ല. കഴിഞ്ഞ തവണ മത്സരിച്ച ചെറുപ്പക്കാരൻ നല്ല ഒരു കക്ഷിയായിരുന്നു. പുള്ളിയുടെ പേര് എനിക്ക് കണ്ണൻ MG കണ്ണൻ പക്ഷെ മരണപ്പെട്ടു പോയി. കണ്ണൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ചിലപ്പോൾ കണ്ണന് സീറ്റ് പിടിക്കാൻ പറ്റുമായിരുന്നു. കാരണം ഇവിടെ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് ചെയ്ത പോലെ തന്നെ കളത്തിലുണ്ടായിരുന്നു സാധാരണക്കാരൻ. ആ കാലത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം ഈ MPമാരുടെ ഒരു പ്രത്യേകത എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ MPമാർ ഒരിക്കലും സമരമുഖത്തൊന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ എറണാകുളത്ത് ഹൈബിയുടെ സമരമുഖത്തൊക്കെ ഉണ്ടാവാറുണ്ടെന്നിരിക്കാം. മറ്റു പല പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ MPമാരും ഈ സമരമുഖത്തൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. സമരമുഖത്ത് ആകെ 2 പേരാണ് കാര്യമായിട്ട് ഉണ്ടാവാറുള്ളത്. ഒന്ന് ഹൈബിയും ഷാഫി ഉണ്ടാവാറുണ്ട്. പല പിന്നെ അത്തരം സമരമുഖങ്ങളിലൊക്കെ ഷാഫി സജീവമായിട്ട് ആക്റ്റീവായിട്ട് ഇറങ്ങാറുണ്ട്. വികലാംഗനായ പിന്നെ ഭിന്നശേഷിക്കാരനായ ഒരാളെ ഇവർ അടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും പിന്നെ ഷാഫി ചോടി
ഓടിച്ചെന്ന് പിന്നെ പോലീസിൻ്റെ അടുത്ത് തള്ളി മാറ്റുന്നുണ്ട് ഷാഫി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൊതുവെ സമരം മുഖം എന്ന് പറയാൻ ഇപ്പോൾ സമരം ഇല്ലല്ലോ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കത്ത് കിടക്കില്ല, അതിൻ്റെ പ്രശ്നമുണ്ട്. യൂത്ത് കോൺഗ്രസ് കത്ത് കിടക്കുക, യുവമോർച്ച ആ റോളിലേക്ക് വരുന്നത്. കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും പ്രതിപക്ഷത്തെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ആ രീതിയിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സാധനത്തിനെ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിരിക്കുക, എന്നാൽ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്കേണ്ടത്. ഫ്രീസറിൽ നിന്നൊക്കെ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരും. അത് നല്ല KM അഭിജിത്തിനെ പോലെയുള്ള നല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമാരൊക്കെ അതിൽ വരും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അതെ, നമ്മളോട് ഒത്തിരി പേര് വിളിക്കുമ്പോൾ സംസാരിക്കുന്ന അങ്ങനെ തന്നെ. കാരണം അവർക്കൊക്കെ നിരാശയുണ്ട് ഇപ്പോഴത്തെ പോക്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പോയ കാലത്തെ പോയ ഒരു സുവർണ്ണ കാലഘട്ടം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള മാസങ്ങളിൽ പബ്ജിത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇടപെടുന്നൊരു തെറ്റിദ്ധരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ രാജ്മോഹൻ ഉണ്ണിത്താരൻ കാരണമാണ് ബാലകൃഷ്ണൻ പെരിയ എന്ന് പറയുന്ന നല്ല ഒരു രാഷ്ട്രീയക്കാരൻ കാസർഗോഡ് ഉണ്ടായിരുന്നു. പുതുമലൊക്കെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എനിക്ക് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധം പുലർത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താരൻ തമ്മിലുള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ MP-മാർ ഈ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ ഒതുക്കി ഈ MP-മാരുടെ പെട്ടിപിടുത്തക്കാരെ ഓരോ DCCയുടെ തലപ്പത്ത് കൊണ്ടുവരാനും അതോടെ തന്നെ KPCC ഭാരവാഹികളാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ബാലകൃഷ്ണൻ പെരിയ എന്ന് പറയുന്ന കക്ഷിയുടെ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു പിന്നെ എക്സ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച സമയത്ത് സെറ്റിൽ ചെയ്യപ്പെടും എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ പറഞ്ഞ് പരിഹരിക്കപ്പെടും എന്നൊക്കെയാണ് കേൾക്കുന്നത് അവിടുന്ന്. എന്താണെന്ന് നമുക്കറിയില്ല. കോൺഗ്രസ് ആണ്, അതൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തരും അവരവരെ ആൾക്കാരെ കൊണ്ടുവരാൻ നിന്ന് കഴിഞ്ഞാൽ ഈ സ്ഥാനത്തിൻ്റെ വിലയില്ലാതാവും. ആർക്ക് അഭിമാനപൂർവ്വം ഞാൻ KPCC ജനറൽ സെക്രട്ടറി എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ വഴി കാണുന്ന പട്ടിയും പൂച്ച എല്ലാം KPCC സെക്രട്ടറിമാരാണ്. അതിന് ആ പദവിക്കൊരു മൂല്യം ഉണ്ടാവണം. ജംബോ കമ്മിറ്റിയിലേക്ക് പോകാതെ വളരെ സ്ക്രീൻ ചെയ്ത് ഗ്രൂപ്പ് താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളും ഇല്ലാതെ കഴിവുള്ള ആളുകളെ കൊണ്ടുവന്നാൽ മാത്രമേ ഇവർക്ക് കാര്യമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ആരോഗ്യം ഇല്ലാതാവും. അപ്പുറത്ത് BJP കാത്തിരിക്കുക. CPM ഒരു കാലത്തും സാധ്യതയില്ലാത്ത എറണാകുളം ജില്ലയുടെ ചില മണ്ഡലങ്ങൾ, പല ജില്ലയ്ക്കകത്തുള്ള പല മണ്ഡലങ്ങളിൽ അവിടെ ഇപ്പുറത്ത് നാളെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിച്ചുകൊണ്ടേണ്ടും. തീർച്ചയായിട്ടും. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടാത്ത ഒരു ക്രിസ്ത്യൻ പേര് പിന്നെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അവർ വലിച്ചിട്ട് അവർ 20 പേര് അവരെ കൊണ്ടേ പ്ലേസ് ചെയ്യും. ഇങ്ങനെയുള്ള, കാരണം അവിടെ രണ്ടിടത്ത് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ അതേപോലെ ഓരോ സ്ഥലത്തും അങ്ങനെയുള്ള ആലോചനകൾ നടക്കും. ഇപ്പോൾ ചാലക്കുടിയിലൊന്നും പിന്നെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ചാലക്കുടിയിൽ ഇപ്രാവശ്യം CPM നല്ല സ്ഥാനാർത്ഥി നിർത്തി അവർക്ക് പിടിക്കാവുന്നേ ഉള്ളൂ. സജീവ് തോറ്റു പോകാൻ. അതിപ്പോൾ കേരള കോൺഗ്രസ് M-ന്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ്. അവിടെ ഡെന്നിസ് കാരൻ എന്ന് പറയുന്ന നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. അതൊക്കെ പിടിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് അവർ പോകും. ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബൈ ഇലക്ഷനിൽ ജയിച്ച നിലമ്പൂർ പോലും അവർക്ക് അത്ര ഈസി വാക്ക് ഓവറിലേക്ക് പോകില്ല. ഇപ്രാവശ്യം തന്നെ ഞാൻ വിശ്വസിക്കുന്ന പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന നിലമ്പൂര് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് VD സതീശനാണ്. VD സതീശൻ അൻവറിനെ UDF-ലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഉറപ്പായിട്ട് ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോകുമായിരുന്നു. കാരണം CPM വിരുദ്ധ വോട്ടുകൾ പിടിച്ചിരിക്കുന്നത് PV അൻവറാണ്. അതുകൊണ്ട് PV അൻവർ എന്ന് പറയുന്ന ഒരാൾ അവിടെ മത്സരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത്. CPM വിരുദ്ധ വോട്ടുകൾ എന്നുള്ളതല്ല. CPM വിരുദ്ധ വോട്ടുകൾ എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ അത് അൻവർ നിന്നില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിലേക്ക് ആവുക. CPM വിരുദ്ധ വോട്ടുകളല്ല, CPM-നകത്തുള്ള CPM വിരുദ്ധ വോട്ടുകൾ, അവർ സ്വരാജ് വിരുദ്ധ വോട്ടുകളും സ്വരാജിനുള്ള പാർട്ടി പ്രവർത്തകർക്കിടെ നമ്മൾ ഇലക്ഷൻ മുമ്പേ പ്രവചിച്ചാണ് വിട്ടിരുന്നത്. ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള, അത് 100 വയസ്സ് വരെ ഉള്ളവരാവാം, ഉള്ള പാർട്ടി പ്രവർത്തകർക്കിടയിൽ അതായത് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലിരുന്നവർക്കെല്ലാം സ്വരാജിനോട് ഒരുപാട് പേർക്ക് ഭയങ്കര എതിർപ്പുണ്ട്. അതാണ് പുതിയ തലമുറയിൽപ്പെട്ട പിള്ളേർ വളരെ ആവേശത്തോടെയായിരുന്നു. അവർ മറിച്ചു കൂത്തി. അവർ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ തയ്യാറാവില്ല. അവർക്ക് അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും. അവർക്ക് പാർട്ടി ചിഹ്നം പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് സ്വരാജിന് വോട്ട് ചെയ്യാൻ താല്പര്യവും ഇല്ല, എന്നാൽ കോൺഗ്രസിനോട്ട് വോട്ട് ചെയ്യാൻ മനസ്സുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അൻവർ വന്നപ്പോൾ ഈ വോട്ട് അൻവറിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയി. അതൊരിക്കലും ഷൗക്കത്തിന് കിട്ടാത്തതാണ്. അൻവർ നിന്നില്ലെങ്കിൽ അത് സ്വരാജിന് തന്നെ മനസ്സില്ലാ മനസ്സോടെ കുത്തും, അല്ലെങ്കിൽ നോട്ടയ്ക്ക് കുത്തും. ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. നോട്ടയ്ക്ക് കുത്തത്തില്ല, മനസ്സില്ലാ മനസ്സോടെ സ്വരാജിന് തന്നെ ചെയ്യും അവർ. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ അവർക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അൻവർ അഥവാ ജയിച്ചു പോയാലോ എന്നുള്ള സാധനം കൂടെ വന്നിട്ടുണ്ടാവും. പിന്നെ ആര്യാടൻ ഷൗക്കത്തിനോട് അത്രയും ശത്രുതയുള്ള ആളുകളുണ്ട്. കൊന്നാൽ പോലും ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യാത്തവരും. ആ വോട്ടുകൾ സ്വരാജിലേക്ക് ഒഴുകാതെ തടഞ്ഞു നിർത്താൻ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തു. അവർ അൻവറിന് വോട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്തു പോയി. ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ സ്വരാജിന് പോവുകയും സ്വരാജ് വിരുദ്ധ വോട്ടുകൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സ്വരാജിന് തന്നെ മനസ്സില്ലാ മനസ്സോടെ പോവുകയും ചെയ്യുന്ന സ്ഥിതി അൻവറില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വന്നാൽ ആര്യാടൻ ഷൗക്കത്ത് തോറ്റു പോകുമായിരുന്നു. അത് അവർക്ക് ബോധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അവർ 2026 ഒരു മാസ്റ്റർ പ്ലാൻ വെച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെ എനിക്ക് തോന്നുന്ന പല മണ്ഡലങ്ങളിലും ഇപ്പം തിരുവമ്പാടി തിരിച്ചു പിടിക്കണം എന്നുള്ളത് ഇവരൊരു ലക്ഷ്യമായിട്ട് വെക്കും. തിരുവമ്പാടിയിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ ഒരു കാൻഡിഡേറ്റിനെ നിശ്ചയിച്ച് അയാളെ പിന്നെ അവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിപ്പിക്കണം. ഇതെല്ലാം ബേസ് ചെയ്യുന്നത് KPCC പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. KPCC പുനഃസംഘടനയിൽ അർഹതയുണ്ടായിട്ടും അംഗീകരിക്കപ്പെടാത്ത ആളുകൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയാൽ വലിയ ഡാമേജ് ഉണ്ടാകും. ഈ ജംബോ കമ്മിറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജംബോ കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പ്രവർത്തിക്കാനായിട്ട് അവസരം ഉണ്ടാവത്തില്ല. ഒരു 40 ജനറൽ സെക്രട്ടറിമാരും ഒരു 70 സെക്രട്ടറിമാരും ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ത് ഉത്തരവാദിത്തമാണ്
ഈ KPCC ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ബ്ലോക്കിന്റെ ഒക്കെ ചുമതല കൊടുക്കുന്ന മാതിരിയുള്ള ഗതികേടിലേക്ക് KPCC പോകും. അതെ അതെ കാരണം KPCC സെക്രട്ടറി തന്നെ നേരിട്ട് ഒരു ബ്ലോക്ക് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ? അല്ല അത് പിന്നെ DCC സെക്രട്ടറിമാരുടെ ജോലി എന്തായിരിക്കും? അതെ, അവർക്ക് ഒരു പരിപാടിയില്ല. അവർക്ക് ഓരോ ബൂത്തിന്റെ ബൂത്തിന്റെ ഒരു ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ കൂടെ യോജിച്ച് പ്രവർത്തിക്കേണ്ടി വരും. എന്താ പറയുക, ദാരിദ്ര്യം പിടിച്ചവന്മാരെന്ന് നമ്മൾ പറയത്തില്ല ഇത്. എന്നിട്ട് ഈ KPCC സെക്രട്ടറി വേണമെങ്കിൽ കാറിന് മുമ്പിൽ ബോർഡും വെക്കും. കൊടി വെക്കാൻ ദേശീയ പതാക കെട്ടാൻ പറ്റാത്തതുകൊണ്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ അതും വെക്കും, ബോർഡും വെച്ചിട്ട് നടക്കും. ഫൈൻ വന്നാലും വേണ്ടില്ല, ഫൈന് പൈസ കൊടുത്താൽ മതിയല്ലോ. ഫൈൻ അടിച്ചാൽ ഫൈൻ പൈസ കൊടുത്താൽ. കഴിഞ്ഞ ദിവസം ഏതൊരു നേതാവ് പറഞ്ഞ മാതിരി ഇവരെയൊക്കെ അക്കൗണ്ടേറ്റ് ചെയ്യണ്ടേ? വേറെ നമുക്ക് ഭരണമൊന്നും ഇല്ലല്ലോ. ഭരണം ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബോർഡിന്റെ മെമ്പർ അല്ലെങ്കിൽ ബോർഡിന്റെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ നികുതി കൊണ്ട് തീറ്റി പോറ്റാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ ഭാരവാഹിത്തലോട് വേറെ ഒന്നും കൊടുക്കാനില്ലല്ലോ. ഇതിപ്പോൾ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഈ വ്ളോഗർമാർ പലരും ഉണ്ടല്ലോ. ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ട് പിന്നെ സിനിമയുടെ പോസ്റ്റ് കണ്ടിട്ട് സിനിമ റിവ്യൂ നടത്തും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാ. ഈ ചെയ്യുന്നവന്മാരെല്ലാം ഞങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് പ്രസ് എന്ന് പറഞ്ഞിട്ട് അവരെ വണ്ടിയുടെ മുമ്പിൽ എഴുതി മുട്ടിച്ചു. ഈ പറഞ്ഞ പോലെയാണ് ഇവരുടെ KPCC ഭാരവാഹികളുടെ ഒരു അവസ്ഥ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ദാരിദ്ര്യം പിടിച്ചോമാരെന്ന് പറഞ്ഞത്. കാരണം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ദാരിദ്ര്യം അല്ല ഉദ്ദേശിച്ചത്. ഒരു ആശയ ദാരിദ്ര്യം അവർക്ക് ബേസിക്കലി ആദ്യമേ ഉണ്ട്. എന്തിന് നിങ്ങൾ കോൺഗ്രസ് ആയെന്ന് വെച്ചാൽ നിലപാടുകളുടെ ദാരിദ്ര്യം പിന്നെ അതിന് പുറത്ത് അപ്പുറത്തും ഉണ്ട്. ഇന്ന് രാവിലെ പറഞ്ഞതായിരിക്കത്തില്ല ഉച്ചയ്ക്ക് പറയുന്നത്. രാവിലെ ഒരുത്തൻ്റെ കൂടെ ഗ്രൂപ്പ് യോഗത്തിൽ പോയിരിക്കും, ആ വിവരം വൈകിട്ട് മറ്റൊന്ന് ചോർത്തിയും കൊടുക്കും. അതുകൊണ്ട് ഇപ്പൊ ഗ്രൂപ്പ് യോഗത്തിൽ പോലും ഇവർക്ക് പേടിയാ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാൻ. പണ്ട് ഗ്രൂപ്പ് യോഗങ്ങൾക്ക് ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. ഇപ്പം കരുണാകരൻ ഗ്രൂപ്പും ആന്റണി ഗ്രൂപ്പും നിന്നിരുന്ന സമയത്ത് ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. രണ്ടു കൂട്ടർക്കും നിൽക്കുന്നവരൊപ്പം ചാഞ്ചാടുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഇപ്പം എന്താ വെച്ചാൽ എല്ലാവരും എല്ലാ തോണിയിലും കൊണ്ടേ കാലിടുക. വീടിയുടെ കൂടെയുമാണ്, KCയുടെ കൂടെയാണ്, ചെന്നിത്തലയുടെ കൂടെയാണ്, അടൂർ പ്രകാശിന്റെ കൂടെയാണ്, മുരളീധരന്റെ കൂടെയാണ്, എല്ലായിടത്തും അതും ശരി ഇതും ശരി എന്നറിയില്ല. ഉറച്ച സ്റ്റാൻഡിൽ അപ്പുറത്ത് നിൽക്കുന്നു പറഞ്ഞപ്പോൾ തിരുവഞ്ചൂര്, KC ജോസഫ്, ബെന്നി ബെഹനാൻ, ചാണ്ടി ഉമ്മൻ പിന്നെ ഇത്തരം കാര്യങ്ങൾ ഡയറക്റ്റ് ചാണ്ടി ഉമ്മൻ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സമവാക്യം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റുന്നത്. ചാണ്ടി ഉമ്മനുടെ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും വേറൊരു ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ പല പല യുവജന നേതാക്കന്മാരും ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് കടന്നു തുടങ്ങിയിട്ട് നമുക്കറിയാം. യുവജന രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഗ്രൂപ്പിസം കൊണ്ടുവന്നതിനകത്ത് ഷാഫിക്കും രാഹുലിനുമാണ് വലിയ പങ്കുള്ളത്. അവർ ലോബിയിങ് നടത്താൻ തുടങ്ങി, അവരുടേതായ ആളുകളെ മാത്രം പിന്നെ കൊണ്ടുവരാൻ തുടങ്ങി. മറ്റേതൊക്കെ ഈ പരിചയസമ്പത്തുള്ള ആളുകളുടെ ഗ്രൂപ്പാണ്. ഏതൊക്കെയാലും നമുക്ക് പ്രത്യാശിക്കാം എത്രയും പെട്ടെന്ന് KPCCയുടെ ലിസ്റ്റ് പുറത്തു വരട്ടെ എന്ന്. അത് പിന്നെ സിപിക്ക് പിന്നെ വേറെ ദുർമോഹമുള്ളതുകൊണ്ട്. കാരണം പിന്നെ ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെ തെരുവിലുള്ള അഭ്യാസങ്ങളൊക്കെ കാണാലോ എന്നുള്ളതുകൊണ്ടായിരിക്കും ഞാൻ കരുതുന്നത്. എന്തായിരുന്നാലും മലയാളികൾക്ക് സന്തോഷിക്കാനും പിന്നെ TV-യിൽ കാണാനും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഈ ലിസ്റ്റ് പുറത്തു വരുന്നതോടുകൂടി ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തുണി പറിച്ചടിയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെ പല കലാപരിപാടികളും നടക്കാൻ DCC ഓഫീസിന് മുമ്പിൽ ഉണ്ടായതാണ്. സമാനമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. എന്തായാലും പുതിയ കലാപരിപാടികളൊക്കെ കാണാനുള്ള അവസരം പിന്നെ മലയാളികൾക്കുണ്ടാവും.